ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതുപോലെ ബ്രേക്ക് ചെക്ക് ചെയ്യുക, സീറ്റ് ക്യാച്ച് ചെക്ക് ചെയ്യുക, അതുപോലെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക എന്നൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ തന്നെ വണ്ടിക്ക് അത്യാവശ്യം കംപ്ലയിൻസ് ഉണ്ട്. അതിന് ബ്രേക്കൊന്നുമില്ല, ബ്രേക്കില്ല, നല്ല വൈബ്രേഷനൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ കംപ്ലയിൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിലെ ബ്രേക്കിൻ്റെ ഭാഗം പോലും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ബാക്കിലെ ബ്രേക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ബാക്കിലെ ബ്രേക്സ് നമുക്കത് മാറ്റാറായിട്ടുണ്ട്. കിടക്കുന്നത് കമ്പനി ബ്രേക്സ് ഒന്നുമല്ല, ഒരു കുറഞ്ഞ ബ്രാൻഡാണ്. ഇപ്പോൾ നമുക്ക് എന്തായാലും ബ്രേക്സ് എന്തായാലും മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യണം. ആ ബ്രേക്സും മാറ്റുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ബാക്കിൽ ഈ ബ്രേക്കിൻ്റെ കേബിളും കൂടി മാറ്റിയിട്ട് വേണം ബ്രേക്ക് ക്ലിയർ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ആ ബാക്ക് വീലിൻ്റെ ഹബിനും ചെറിയൊരു തേയ്മാനം കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തേയ്മാനം കാണിക്കുന്നുണ്ട്. തൽക്കാലം നമുക്ക് അതിൻ്റെ ബാക്കിലെ ബ്രേക്സും ആ ബ്രേക്കിൻ്റെ കേബിളും കൂടി മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. പിന്നെ കൂടുതൽ ബ്രേക്കിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ല പിടിച്ചാൽ നിൽക്കാതെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ഹബും കൂടി മാറ്റേണ്ടി വരും. നമുക്ക് തൽക്കാലം നമുക്ക് വേണമെങ്കിൽ പോളിഷ് ചെയ്തായിരുന്നു, പക്ഷേ പോളിഷ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് കിട്ടില്ല. എന്താ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പോളിഷ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ കേസ് ക്ലിയർ ആയിരുന്നു. അത് മാറ്റി കളഞ്ഞാലാണ് അത് ക്ലിയർ ആവുള്ളൂ. അത് തൽക്കാലം നമുക്ക് ആ ബ്രേക്സും കേബിളും കൂടി മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. കൂടുതൽ എന്തെങ്കിലും പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ചെയ്താൽ മതി. ഇപ്പം അതായത് ബാക്കിലെ ടയറും അത്യാവശ്യം മാറ്റാറായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട്, ക്ലച്ചിൻ്റെ ഭാഗം നോക്കുമ്പോൾ അതിൻ്റെ പുള്ളിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ, ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാൽ. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. മാനുവലായിട്ട് നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ട പാർട്സാണിത്. അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുക. പിന്നെ അതുപോലെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ബെൽറ്റ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നല്ല ബെൽറ്റൊക്കെ നല്ല ബെൽറ്റാണ്, പക്ഷേ കിടക്കുന്നത് ഒരു കുറഞ്ഞ ബ്രാൻഡാണ്. ബാൻഡോ പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ബെൽറ്റാണ് കിടക്കുന്നത്. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്കത് തന്നെ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റ് ആയാലും ചെറിയൊരു ടൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം അതൊന്ന് ലൂബ്രിക്കേഷൻ ചെയ്തിട്ടിടാം. കൂടുതൽ എന്തെങ്കിലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ചെയ്താൽ മതി കേട്ടോ. നിലവിലിപ്പോൾ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ ഫുള്ളായിട്ട് ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ എയർ ഫിൽറ്റർ നമുക്കത് മാറ്റിയിടണം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ചോക്കിൻ്റെ കേബിളൊക്കെ ഫുള്ള് ടൈറ്റാണ്, നല്ല ടൈറ്റാണ്. ചോക്കൊന്നും വർക്കിംഗ് ആയില്ല. പിന്നെ അതുപോലെ ആക്സിഡൻ്റ് കേബിളും ടൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോക്കിൻ്റെ കേബിളും ആക്സിഡൻ്റ് കേബിളും മാറ്റി കഴിഞ്ഞാൽ നന്നായിരിക്കും. ആ ചോക്ക് ലോഡായി ഓടുമ്പോൾ തന്നെ നമുക്ക് കാർബറേറ്ററിൻ്റെ ഉള്ളിൽ അതിൻ്റെ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്കായി കിടക്കുന്നുണ്ടാവും. അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാർബറേറ്ററും കൂടി ക്ലീൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നന്നായിരിക്കും. ഈ കാർബറേറ്റർ ക്ലീനിങ് ജനറൽ സർവീസിൽ വിടുന്നതല്ല, സെപ്പറേറ്റാണ്. ഏകദേശം നമുക്കൊരു 500-550 രൂപയുടെ അടുത്ത് കാർബറേറ്റർ ക്ലീനിങ് മാത്രം വരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ബ്രേക്ക് ഷൂണും നിലവിൽ മാറ്റാറായിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ബ്രേക്ക് ഷൂ നമുക്ക് മാറ്റണം. അതുപോലെ ഫ്രണ്ടിലെ 2 കേബിളും, ബ്രേക്കിൻ്റെ 2 കേബിളും മാറ്റണം. പിന്നെ സ്പീഡോമീറ്ററൊക്കെ കേബിൾ പുതിയതാണ്, കഴിഞ്ഞ ദിവസം വന്ന് മാറിയതാണ്. അതിൻ്റെ മീറ്ററും കേബിളൊക്കെ കഴിഞ്ഞ ദിവസം മാറിയതാണ്. പിന്നെ അതിൻ്റെ ബുഷ് കിറ്റുകളായാലും നല്ല രീതിയിൽ നല്ല രീതിയിൽ സൗണ്ടാണ് ഫ്രണ്ടിൽ നിന്നൊക്കെ. ബുഷുകൾ നമുക്ക് എന്തായാലും മാറ്റണം. പിന്നെ അതുപോലെ അതിൻ്റെ ഷോക്കപ്പിൻ്റെ 2 ബുഷും, അതിൽ റബ്ബറിൻ്റെ ബുഷൊന്നുമില്ല, മെറ്റലും കൂടി കിടന്ന് അടിച്ചിട്ട് നല്ല രീതിയിൽ സൗണ്ടാണ്. അപ്പോൾ അത് എന്തായാലും നമുക്കത് മാറ്റണം. പിന്നെ ഫ്രണ്ടിലെ ടയറും നമുക്ക് ഏകദേശം മാറ്റാറായി കേട്ടോ. അപ്പോൾ നമുക്ക് മാറ്റുമ്പോൾ 2 ടയറും കൂടി ഒരുമിച്ച് മാറ്റുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മാറ്റുന്ന കൂട്ടത്തിൽ ഈ 2 ടയർ സാപ്പർ മോഡലിടാൻ ശ്രദ്ധിക്കുക. അത് സാപ്പർ പറഞ്ഞാൽ വി ഷേപ്പ് വണ്ടി വരുന്നുള്ള മോഡലാണ്. അത് ഏത് കമ്പനിയുടെ ആയിക്കോട്ടെ. അപ്പോൾ ആ മോഡൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടിക്ക് കൂടുതൽ വേറെ കമ്മോടിക്കുമ്പോൾ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവില്ല. മറ്റേ ഈ മോഡലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു വെട്ടലും പാളലൊക്കെ കാണിക്കാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് SF സോണിക് പറഞ്ഞ ഒരു കമ്പനിയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിലിപ്പോൾ സെൽഫിന് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. എന്നാലും നമ്മളതിൻ്റെ ബാറ്ററിയുടെ കംപ്ലയിൻസും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.82 ആ റേഞ്ചിക്ക് വോൾട്ട് കിട്ടുന്നുണ്ട്. അതായത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ 8.60 ആ റേഞ്ച് വോൾട്ട് താഴോട്ട് വരുന്നുണ്ട്. ഒരു 8.5 വോൾട്ടിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കൂട്ടുക. ഇപ്പോൾ നിലവിൽ ഒരു 8.5 വോൾട്ടിൻ്റെ ഒക്കെ അടുത്ത് എത്താറായിട്ടുണ്ട്. കൂടുതൽ എന്തെങ്കിലും പ്രശ്നം കാണിക്കുമ്പോൾ അപ്പോൾ ചെയ്താൽ മതി. നിലവിലിപ്പോൾ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിൽ സൗണ്ട് വന്നു. ഇവിടെയൊക്കെ നല്ല രീതിയിൽ ലൂസായി കിടക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ക്ലിപ്പ് എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് സൗണ്ട് ഇല്ലാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്ത് വിടാം കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ പ്ലഗിൻ്റെ ഭാഗം ചെക്ക് ചെയ്തുകൊണ്ട് പ്ലഗും നമുക്ക് മാറ്റാറായിട്ടുണ്ട്. പ്ലഗ് എയർ ഫിൽറ്ററും കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റേണ്ടത്. പ്ലഗിൻ്റെ ഒരു കംപ്ലയിൻസ് പറഞ്ഞാൽ പ്ലഗ് ഒരു ഹാഫ് ത്രെഡിലാണ് പ്ലഗ് ടൈറ്റായി കൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, ഇതിന് മുന്നേ ചിലപ്പോൾ ഒരു ചെറിയ പ്ലഗൊക്കെ ഇട്ടിട്ടും ബൈക്കിന് പറഞ്ഞ പ്ലഗൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഭാഗത്ത് ബാക്കിയുള്ള ത്രെഡിൽ കരി കയറി അടഞ്ഞിട്ടുണ്ടാവും. അതാണ് ഇത് ഫുള്ളായിട്ട് ടൈറ്റ് ആവാറ്. അപ്പോൾ തൽക്കാലം നമുക്ക് പ്ലഗ് മാറ്റി ആ രീതിയിൽ തന്നെ ക്ലിയർ ചെയ്ത് വിടാം. എന്താ പറയുക, അത് ഫുള്ളായിട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഹെഡ് അയച്ച് പുറത്തേക്ക് എടുത്തിട്ട് വേണം, ലേറ്റ് കൊടുത്തിട്ട് വേണം ചെയ്യാം. തൽക്കാലം നമുക്കത് അങ്ങനെ തന്നെ ക്ലിയർ ചെയ്ത് വിടാം. പിന്നെ അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ നമുക്കത് മാറ്റാറായിട്ട് സ്പോഞ്ച് മോഡലാണ്. അത് ഫുള്ളായിട്ട് പൊടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് ക്ലിയർ ചെയ്യാം. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എഞ്ചിൻ ഓയിൽ നമുക്ക് മാറ്റാറായിട്ട് കേട്ടോ. അപ്പോൾ എഞ്ചിൻ ഓയിലും കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്.
പിന്നെ വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കുണ്ട്. നമുക്ക് അതിൻ്റെ മാറ്റേണ്ട പാർട്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലെയും ബാക്കിലെയും ബ്രേക്സ് മാറ്റണം. അതുപോലെ ക്ലച്ചിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഈ റോളറും പിന്നൊക്കെ മാറ്റണം, എയർ ഫിൽറ്റർ മാറ്റണം, പ്ലഗ് മാറ്റണം, ബ്രേക്കിൻ്റെ കേബിൾ 3 ബ്രേക്കിൻ്റെ കേബിൾ മാറ്റണം. അതുപോലെ ചോക്ക് കേബിൾ, ആക്സിലേറ്റർ കേബിൾ, പിന്നെ ഫ്രണ്ടിലെ ബുഷ് കിറ്റുകൾ അതൊക്കെ മാറ്റിയിട്ട് വേണം ക്ലിയർ ചെയ്യണമെങ്കിൽ. പിന്നെ അതുപോലെ കാർബറേറ്റർ ക്ലീനിങ്ങും ചെയ്യണമെങ്കിൽ അതും കൂടി ചെയ്യണം കേട്ടോ. പിന്നെ വണ്ടിയുടെ ഉള്ളിലത്തെ അവസ്ഥ ഇതൊക്കെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയുണ്ട്. ഈ രീതിയിലൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. സാധാരണ വാഷിങ് വരുന്നത് നമുക്ക് 150 രൂപയാണ്. ഈ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 300 രൂപയാണ് നമുക്ക് ചാർജ് വരുന്നത്. അപ്പോൾ അത് ഒന്ന് ചെയ്യണമെങ്കിൽ ഒന്ന് പ്രത്യേകം പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ എല്ലാം കൂടി നോക്കിയിട്ടുള്ള എസ്റ്റിമേറ്റ് പറയാം. അതിൽ വാഷിങ്ങടക്കം ഉൾപ്പെടുത്താം. അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ടയറിൻ്റെ കേസൊന്നും നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ടയർ നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല. അതൊന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ.